നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. 2025 ആദ്യ റോസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. സൈജു കുറുപ്പ് കടക്കണി സ്റ്റാറും കൺവിൻസിംഗ് സ്റ്റാറും ഒക്കെ ആകുന്നതിന് മുൻപ് ചെയ്ത ഒരു ആംഗ്രി യങ് പയ്യൻ അവതാരമാണ് ഈ സിനിമയിലുള്ളത്. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് പടം എന്ന് പറഞ്ഞ് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതാണ് മാർക്കോ. മാർക്കോയെക്കാട്ടിലും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഹൈ വയലൻസോടുകൂടി ആർക്കോ വേണ്ടി ഇറങ്ങിയ ഒരു പടത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പട്ടാമ്പിയിലെ പട്ടര് മഠത്തിൽ നിന്നും പട്ടിയെപ്പോലെ ആട്ടി ഓടിച്ച് കൊച്ചിയിലെ കൊട്ടേഷൻ ഗ്യാങ്ങിന്റെ കളിക്കൂട്ടുകാരനായി മാറിയ ഒരു കൊലപാതകയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് സ്കെച്ച്. ഇതല്ല, പിന്നെ അതാണ് സാധനം. അപ്പൊ സിനിമ തുടങ്ങുന്നത് നമ്മുടെ പഴയ ജൂനിയർ മാൻഡ്രേക്കിലെ മൊട്ടത്തലയും പ്രതിമ ആരെയോ തട്ടാൻ പ്ലാൻ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. சென்னையில் இருந்து இங்க வந்தது எதுக்காக? அந்த திருட்டு பயிரிന്റെ ഉയരെടുக்கிறதுக்கு. പുരിഞ്ചുതാ? എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരൊക്കെ തടസ്സം നിന്നാലും ശരി, മാൻഡ്രേക്ക് ഇന്ന് അവനെ തട്ടിയിരിക്കും. നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം മാൻഡ്രേക്ക് തിരിച്ച് ചെന്നൈക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി. இன்னைக்கு ராத்திரி 9 மணிக்குள்ள சென்னை ஃப்ளைட் டிக்கெட் கன்ஃபார்ம் ஆயிடுச்சு. அதுக்கு முன்னாடி அந்த பொறுக்கி நாய்க்குள்ள டிக்கெட் ஓகே ആയിരിക്കണം. അല്ല, അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട്. കൺഫേം ആയ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അവസാന നിമിഷം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10 പൈസ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് ടിക്കറ്റിന്റെ കാശ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി 9 മണിക്ക് മുമ്പ് ഏതെങ്കിലും ഒരുത്തനെ തട്ടിയേ പറ്റൂ. അതുകൊണ്ട് പുള്ളിയുടെ ഗുണ്ടകൾ നേരെ പോയി നായകന്റെ മുട്ട അങ്ങ് പൊട്ടിക്കും. സോറി, അത് നായകന്റെ മുട്ടയല്ല, തട്ടുകടക്കാരൻ കോയാക്കാരന്റെ മുട്ടയാണ്. സൈജു കുറുപ്പാണ് ഈ പടത്തിലെ നായകൻ. പേര് ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. അല്ലോ, ഇതൊരു നടക്ക് പോവില്ല. പക്ഷെ ആ പേരിന് ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ട് ചുരുക്കി ശിവഹരി എന്ന് വിളിക്കും. ശിവഹരി അല്ല, ശിവഹരി. വാളംപുളിയുടെ വാ. മയ്യത്തായ നമ്മുടെ വലിയ വക്കീല് പാർത്ഥസാരഥിയുടെ മോൻ. വലിയ വക്കീല? ഇയാടെ വായിലെന്തുവാ വായെന്നക്ഷരം വരൂല്ലേ? അത് തന്നെയാ, ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. കൃഷ്ണമൂർത്തി എന്ന് പറയാൻ MA വരെ ഒന്നും പഠിക്കണ്ട, നാക്കൊന്ന് പഠിച്ചാൽ മതി. ഈ കോയൊക്കെ ആളൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. തട്ടുകട നടത്തിയാണ് പുള്ളി ജീവിക്കുന്നത്. പക്ഷെ കടയിൽ ആരെങ്കിലും വന്ന് ദോശ ചോദിച്ചാൽ കൊടുക്കൂല. പോയിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. 2 ദോശ എടുത്ത് ആ കോയക്കമ്മ ആനക്ക് വേണമെങ്കിൽ ഇട്ട് കഴിക്കണോ? ചേടാ, അയാൾ തന്നെ ഉണ്ടാക്കി തിന്നാനാണെങ്കിൽ പിന്നെ തന്റെ കടയിലോട്ട് കെട്ടിക്കിടക്കേണ്ട കാര്യമുണ്ടോ? വീട്ടിലെങ്ങാനും വരും സ്വന്തമായിട്ട് 2 ദോശ ഉണ്ടാക്കി തിന്നാ പോരെ. ഇങ്ങനെയാണെങ്കിൽ കോയാക്ക ഈ കടയിട്ട് കുറെ സമ്പാദിച്ചത് തന്നെ. 2 ഗ്ലാസ് വിത്തിരി വെള്ളം ഈ വേണമെങ്കിൽ 2 ദോശ കഴിച്ചിട്ട് വെക്കാം. ശിവ, 2 ദോശയും ഇത്തിരി കോയിന്റെ കറിയും കൊടുക്കുക നമ്മുടെ പിള്ളേർക്ക്. ഇങ്ങേര് ദോശ ചോദിച്ചവന് ദോശ കൊടുക്കത്തുമില്ല, വെള്ളം ചോദിച്ചവന്റെ തൊള്ളയിലോട്ട് ദോശ കുത്തി കയറ്റുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് കുറെ ഗുണ്ടകള് ഒരുത്തനെ കൊല്ലാനിട്ട് ഓടിക്കുന്നു. ഇവന്മാരുടെ ധാരണ പോക്കാണിത്. അതാ സുലൈമാന്റെ പിള്ളേരാ. അങ്ങനെ സുലൈമാന്റെ പിള്ളേര് ശിവഹരിയുടെ മുമ്പിലിട്ട് ഒരുത്തനെ വെടിപ്പാക്കും. അത് കാണുന്നതോടെ പട്ടാമ്പിക്കാരൻ പട്ടര് പയ്യന്റെ കിളി പോകും. കിളി മാത്രമല്ല പോയത്, കൂട്ടത്തിൽ കുറച്ച് മൂത്രവും പോയി. അതാ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. പോലീസ് വന്നോ? വരുവല്ല, കൊല്ലണേന് മുമ്പേ അവരറിഞ്ഞിട്ടുണ്ടാവുമല്ല. ഞമ്മ അടച്ചിട്ട് പോകുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കൊന്ന് കക്കൂസി പോണമായിരുന്നു. ഇനിയിപ്പോ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളാ സേട്ടുവിന്റെ അടുത്ത് കൊണ്ടുപോന്ന് വലിയ കമ്പനിയൊക്കെ ഉള്ള ആളല്ലേ. കക്കൂസി കൊണ്ടുപോയില്ലെങ്കിലും കോയക്ക ശിവഹരിയെ കൊണ്ടുപോയി ഒരു ജോലി മേടിച്ചു കൊടുക്കും TVS മോട്ടോഴ്സിൽ. കോയൊക്കെ പറഞ്ഞ സേട്ട് തള്ളൂല. അതിന്റെ ഒരു കിടപ്പ് വശത് അങ്ങനെയാണ്. കോയാക്ക വന്നൊരു വാക്ക് പറയുമ്പോഴേക്കും TVSന്റെ CEO ശിവഹരിയെ അപ്പൊ തന്നെ അപ്പോയിന്റ് ചെയ്യും. ഇന്റർവ്യൂ ഇല്ല, ഒരു തേങ്ങയും ഇല്ല. കാരണം TVSന്റെ CEO കോയാക്കയുടെ ബുൾസയുടെയും ഡബിൾ ഓംലെറ്റിന്റെയും ഫാൻ ബോയ് ആയിരുന്നു. കോയ പറഞ്ഞാൽ
എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ജാസ്മിൻ കം. ആ, ഇത് മിസ്റ്റർ ശിവഹരി അയ്യർ, നമ്മുടെ ആലുവ ഓഫീസ് ഇൻചാർജ് ആയിട്ട് മിസ്റ്റർ ശിവഹരി അയ്യരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും TVSലൊക്കെ ജോലി കിട്ടിയ ശിവഹരി മറ്റേതൊരാളെയും പോലെ തന്നെ കോയാക്കാന്റെ തട്ടുകടയിൽ കറിക്കരിയാൻ പോകും. അല്ല, അത് പിന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും അങ്ങനെയാണ്. മഹീന്ദ്രയിൽ ജോയിൻ ചെയ്ത് അന്ന് വൈകിട്ട് ഞാൻ പോയത് ആര്യാസിൽ അരിയാട്ടാനായിരുന്നു. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അങ്ങനെ ഇരിക്കുമ്പോ സാക്ഷാൽ സുലൈമാൻ തന്നെ വന്നിട്ട് ചോദിക്കും, ഇന്നലെ ഇവിടെ ഇട്ട് ഒരുത്തനെ വെട്ടിക്കൊന്നില്ലേ, അതാരാ കൊന്നതെന്ന്. എന്റെ ചെറുക്കനെ വിട്ടിട്ട് വെട്ടി നോക്കിയതാരാ? ചേടാ, സുലൈമാന്റെ പിള്ളേർ തന്നെ സുലൈമാന്റെ കൂട്ടത്തിലുള്ള ഒരുത്തനെ വെട്ടിക്കൊന്നിട്ട് ഇപ്പൊ സുലൈമാൻ വന്ന് ചോദിക്കുന്നു ആരാ കൊന്നതെന്ന്. അതാ സുലൈമാന്റെ പിള്ളേരാ. ഇത് ചുമ്മാ കോയാക്കാനെ എടുത്തിട്ട് അലക്കാൻ വേണ്ടിട്ട് ഓരോ കാരണവും പറഞ്ഞുകൊണ്ട് വരുന്നതാ. സത്യം, നമുക്കറിയൂല. എന്തായാലും സുലൈമാൻ കോയാക്കാനെ കുനിച്ചു നിർത്തി കുമ്മുമാന്ന് കുമ്മെന്ന് കാണുമ്പം ശിവഹരിക്ക് പേടിച്ചിട്ട് മറ്റേത് വരും, ഫ്ലാസ്ക് അല്ല ഫിറ്റ്സ്. എന്നെ ഒന്നും ചെയ്യില്ല സുലൈമാനെ. അയ്യോ അമ്മ, എന്നെ ഒന്നും ചെയ്യല്ലേ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുമ്പ് എന്തെങ്കിലും കൈ കൊടുത്താൽ മതി, താക്കോലോ ഇരുമ്പ് കമ്പിയോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഫിറ്റ്സ് മാറാൻ വേണ്ടി മണ്ട ശിവഹരി കയറി പിടിക്കുന്നത് അടുപ്പത്തിരിക്കുന്ന ദോശക്കല്ലേല്. ആ ചൂട് ദോശക്കല്ലെ കയറി പിടിച്ചിട്ട് ഇപ്പൊ കടന്ന് നിലവിളിച്ചാൽ മതിയല്ലോ. എന്തായാലും ഈ ദോശക്കല്ലെ കയറി പിടിച്ചും പോയി ഇതിനാണ് ഒടുക്കത്തെ വെയിറ്റ് കൊണ്ട് ഇത് എവിടെങ്കിലും ഒന്ന് വെക്കണമല്ലോ എന്നോർത്ത് അടുത്ത് തന്നെ സുലൈമാന്റെ തലയിലോട്ടങ്ങ് വെച്ചു കൊടുക്കും. അങ്ങനെ റൗഡി സുലൈമാൻ ഗതം ഗതം മുടിന്തത് മുടിഞ്ഞു പോച്ച്. അങ്ങനെ കൊച്ചിയെ കിടുകിടാ വിറപ്പിച്ച് സുലൈമാനെ ദോശക്കല്ല് കൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിൽ ശിവഹരി അകത്തായി. അപ്പൊ നമുക്കറിയാം TG രവി ഈ സിനിമയിലുണ്ട്. ഒരു TG രവിയെ എടുത്താൽ ഒരു ശ്രീജിത്ത് രവിയെ ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ചില ഓഫറൊക്കെ മലയാള സിനിമയിലുണ്ട്. അതുകൊണ്ട് ശ്രീജിത്ത് രവിയാണ് TG രവിയുടെ മകൻ ബഷീർ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഈ ബഷീറും ജയിലിനകത്താണ്. അപ്പൊ ശിവഹരി ജയിലിലെത്തി രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുമ്പം ബഷീർ ഓടി വന്ന് വീണ്ടും കുളിപ്പിച്ചു വിടും. അത് പോട്ടെ, സാരമില്ല, ഒരു ദിവസം 2 പ്രാവശ്യം കുളിച്ചെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നും വരാനില്ലെന്ന് സമാധാനിച്ച് പുള്ളി പതുക്കെ വലിയാൻ തുടങ്ങുമ്പം ബഷീർ 3ാമതും കുളിപ്പിച്ചു വിടും. ഞാൻ നോക്കടാ. ഡോ, എപ്പോഴെപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ ഞാൻ ഹിപ്പോപ്പൊട്ടാമസ് ഒന്നും അല്ല. അപ്പ ശിവഹരി ഓർത്തു എന്തായാലും കാലത്തെണീറ്റ് 3 തവണ കുളിച്ച്, എന്നാ പിന്നെ ഒരു ഫേഷ്യലും കൂടെ അങ്ങ് ചെയ്തേക്കാവുന്നു. ചേട്ടാ, ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? നല്ല 1-ാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്. പക്ഷെ 1500 രൂപ വെളുക്കണമെങ്കിൽ മതി. അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാ കാര്യമാണ്. ആ പറഞ്ഞത് ശിവഹരി അയ്യർക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. കൊടുത്തു ഏപ്യന്റെ മൂർധാവ് നോക്കിയ ഒരാട്ട്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. എന്തായാലും പോലീസുകാർ തല്ലാൻ പിടിക്കുമ്പോഴേക്കും ബഷീർ പ്ലേറ്റ് അങ്ങ് മറിയും. പുള്ളി പറയും, ഞാൻ സ്കെച്ചിട്ട് വെച്ചതാ അവനെ, എനിക്ക് തരാണ്ട് നീ അങ്ങ് എടുത്തു അല്ലവാ അപ്പ. ഇത് മുതൽ നീ എന്റെ ദോസ്താടാ. ഉവ്വ
ദോസ്തനോടുള്ള സ്നേഹം കുറച്ചു മുമ്പേ ഞങ്ങൾ കണ്ടല്ലോ. ഇത് അടവ്, ബ്രാഹ്മണ ശാപം കിട്ടാതിരിക്കാനുള്ള അടവ്. ഇത് മുതൽ നീക്കട്ടെ ദോസ്താടാ. പക്ഷെ കാര്യം വലിയ ഗുണ്ടയും ടെററും ഒക്കെ ആണെങ്കിലും ബഷീറിന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ആണോ? മറ്റേ ചെലക്കുന്ന പക്ഷിയുടെ കോളിംഗ് ബെല്ല് പോലെ ശ്രവണ മനോഹരമായ ചിരിയാണ്. എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫാണ് ബഷീറിന്റെ ചിരി ഡബ് ചെയ്തേക്കുന്നത്. എന്തായാലും ജയിലിനകത്ത് ബോറടിച്ചിരിക്കുന്ന ശിവഹരി തന്റെ കരളലിയിപ്പിക്കുന്ന കഥ പറയും. അതായത് ഫ്ലാഷ് ബാക്ക് പറയും. ശിവഹരിയുടെ അച്ഛനാണ് ബല്യ വക്കീല് പാർത്ഥസാരഥി. ഒരു ദിവസം തന്റെ മോപ്പഡിൽ മേൽക്കോടതിയിലോട്ട് പോയ പാർത്ഥസാരഥി മേൽക്കോടതിക്ക് പകരം നേരെ മുകളിലോട്ട് പോയി. അതിന്റെ പിറ്റേന്ന് ശിവഹരി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയും അച്ഛനെ ആരോ കൊന്നതാണ്, അത് തെളിയിക്കാനുള്ള സോളിഡ് പ്രൂഫ്, എവിഡൻസ് തന്റെ കയ്യിലുണ്ടെന്ന്. തെളിവുകളുണ്ട് സർ. എന്ത് തെളിവ്? അപ്പ കൊല്ലപ്പെട്ട ദിവസം വന്ന ഫോൺ കോൾ. എനിക്ക് ഡൗട്ട് ആ ഫോൺ ചെയ്ത ആൾ. അത് കൊള്ളാം. അച്ഛൻ മരിച്ച ദിവസം ആരോ കോൾ ചെയ്തായിരുന്നു, അതുകൊണ്ട് വിളിച്ചവനായിരിക്കും കൊന്നതെന്ന്. പക്ഷെ ആരാ വിളിച്ചതെന്നൊട്ട് അറിയത്തുമില്ല. ഇതാണ് പുള്ളിയുടെ കയ്യിലുള്ള സോളിഡ് പ്രൂഫ്. ഇതിലും നല്ല പ്രൂഫാണ് മാമാങ്കം 100 കോടി ക്ലബിൽ കയറിയപ്പോൾ ഫാൻസുകാർ കാണിച്ചത്. ഇതുപോലെയുള്ള ഊള തെളിവും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാരെ ഇടിച്ച് ഇഞ്ച പരുവ ആക്കിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അടക്കം 8 പേർ. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സർ. എന്റെ അപ്പാവെ കൊന്നു ആരാണെന്നറിയാൻ ആ കേസിനെ കുറിച്ച് അറിയാൻ വന്നാണ് സർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ശിവഹരിക്ക് കേസിനെ കുറിച്ചും തെളിവിനെ കുറിച്ചും ലോ പോയിന്റിനെ കുറിച്ചും ഒന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ അഡ്വക്കേറ്റ് പാർത്ഥസാരഥി അയ്യരുടെ മകനാ. ഞാനൊരു LLB സ്റ്റുഡന്റ് ആണ് സർ. ഓഹോ, LLB സ്റ്റുഡന്റ്. ഇതുപോലൊരു മണ്ടൻ LLB സ്റ്റുഡന്റിനെ എന്റെ കരിയറിൽ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് SI ഒരു പെൺവാണിഭ കേസെടുത്ത് ശിവഹരിയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കും. ആസ് എക്സ്പെക്ടഡ് ശിവഹരിയുടെ അമ്മച്ചി കവിയൂർ പൊന്നമ്മ മോഡ് ആക്ടിവേറ്റ് ചെയ്യും. எதுக்கு இங்க வந்தே? போயிடு. எனக்கு உன்னை காண வேண்டாம். எனக்கு இந்த மாதிரி மகன் இல்லை. போயிடு. உன்னை எனக்கு காண வேண்டாம். எங்கேயாவது போய் சத்துடு. அம்மா, நான் ஒரு தப்பு செய்யலேமா. The Oscar goes to நான் ஒரு தப்பு செய்யலேமா. Saiju Poo. ഒരു ജോലി സംഘടിപ്പിച്ചാൽ തെറ്റിദ്ധാരണകളെല്ലാം തീരുമെന്ന് തോന്നി. അതിനാണ് കോയക്കടുത്തേക്ക് വന്നത്. അത് കൊള്ളാം. അത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും പെൺവാണിഭവും കൊലപാതകമൊക്കെ ചെയ്തിട്ട് സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ജോലിക്ക് കയറിയാൽ മതിയല്ലോ. പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഇരിക്കുമ്പം ബഷീറിന് ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ചു നാളായുള്ളെങ്കിലും ഒരായുസിന്റെ സ്നേഹമായി എനിക്ക് നീ എന്റെ ചങ്ങാതിയല്ല, എന്റെ കൂടപ്പുറപ്പാണ്. അതെ 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 അതെ, അത് ഞങ്ങൾക്കറിയാം. അപ്പൊ എന്തായാലും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ബഷീർ പറയും, ഏത് വലിയ കോടതിയിൽ നിന്റെ കേസ് ബാധിച്ചാലും ഈ ബഷീർ ഉണ്ടല്ലോ, പുഷ്പം പോലെ നിന്നെ ഇങ്ങോട്ട് ഊരിയെടുക്കും. അതിനെ പറ്റിയ ഒരാളുണ്ടോ നമ്മുടെ കയ്യിലേ? കേട്ടുണ്ടാവും. കോടതിയും കേസും രാഷ്ട്രീയവും സർക്കാരും എല്ലാം ഈ ഉള്ളം കയ്യിലിട്ട അമ്മാനമാണെന്ന ഒരാള്. കൊച്ചിയിലെന്നല്ല, കേരളത്തിൽ തന്നെ ഉദയവും അസ്തമനവും എപ്പ വേണമെന്ന് നിശ്ചയിക്കാൻ ശേഷിയുള്ള ഒരാൾ. മനസ്സിലായി, ആളെ പിടികിട്ടി. കൊത്ത രാജുവല്ലേ? ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. അലക്സാണ്ടർ നമ്പാടൻ. അപ്പോ വിജയരാഘവനാണ് അലക്സാണ്ടർ നമ്പാടൻ.
നമ്പാടൻ ശിവഹരിയെ പുറത്തിറക്കും. എന്നിട്ട് പറയും, നീ സൂക്ഷിക്കണം, നീ തല്ലിക്കൊന്ന സുലൈമാന്റെ അനിയൻ അബു നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുക. പക്ഷെ പേടിക്കാനൊന്നുമില്ല. അബു രാവിലെ എണീറ്റ് ഷേവ് ചെയ്യുന്നതിനിടയ്ക്ക് ബ്ലേഡ് കൊണ്ട് കവിളൊന്ന് മുറിഞ്ഞു. അതുകൊണ്ട് ഇപ്പം ബെഡ് റെസ്റ്റില്ല. സുലൈമാനെ പോയിട്ടുള്ളൂ, അതേ രക്കത്തിൽ പറഞ്ഞവനാ ഞാനും. അപ്പൊ ജയിലിൽ നിന്നിറങ്ങിയ ശിവഹരി അയ്യർ ബഷീറിനോട് പറയും, പറ്റില്ല ബഷീറെ, നമ്പാടൻ പറഞ്ഞതുപോലെ അയാളുടെ കൂടെ നിൽക്കാൻ എനിക്കാവില്ല. ശിവ, മനസ്സിന്റെയും കൈകളുടെയും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയൊരു നിമിഷത്തിൽ എനിക്കൊരാളെ കൊല്ലേണ്ടി വന്നു. ഞാനൊരു കൊലപാതകയായി എന്ന് കരുതി ഇല്ല. വയ്യടാ, എനിക്കതിനാവില്ല. മനസ്സറിഞ്ഞുകൊണ്ട് ഇനി ആ വഴി കൂടി സഞ്ചരിക്കാൻ എനിക്ക് പറ്റില്ല. അന്നേരം ബഷീർ പറയും, എന്റെ പൊന്ന് ശിവഹരി, നിന്റെ ഈ പഴം വിഴുങ്ങി മണ്ണുണ്ണി ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റ്. ഇനിയെങ്കിലും ഒരു മനുഷ്യനാവ്. എന്നെപ്പോലെ കൊലപാതകവും കൊട്ടേഷനും ഗുണ്ടായുസത്തിലോട്ട് ഇറങ്ങുക. ഇത് കേൾക്കുന്നതോടെ ശിവഹരി കൺഫ്യൂഷനിലായി. ഒരു കൈയിൽ അമ്പലത്തിലെ നിവേദ്യച്ചോറും പഴന്നുറുക്കും, മറുകൈയിൽ നാടൻ ബോംബും പാൻപരാഗും. ഇതിലേത് തെരഞ്ഞെടുക്കണം എന്ന് കൺഫ്യൂഷനായി. അങ്ങനെ ശിവഹരി ഉച്ച ഒരു 12:30-1 മണി സമയത്ത് കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് നട്ടുച്ച പൊള്ളുന്ന വെയിലത്ത് ഒരു ബൈക്കിന്റെ മുകളിൽ മലന്ന് കിടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ക്ലീൻ ഷേവ് അബുവിന്റെ ഗുണ്ടകൾ ശിവഹരിയുടെ കാല് തല്ലി ഓടിക്കാൻ വന്നത്. പക്ഷേ അവർക്കറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. കൃത്യം 8 മിനിറ്റ് മുമ്പ് ശിവഹരി ഡോൺ ആവാൻ തീരുമാനിച്ചിരുന്നു. ശിവഹരി അയ്യറിന പൊട്ട് വെച്ചുകിട്ട് പൊങ്കൽ സാപ്പിട്ടുകിട്ട് പഴം നനച്ചിയ നെറുപ്പിടാ കൊല്ല ഗാണ്ടിലിറക്കെ അവനെ കൊല്ലാമ വിട മാട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമയിൽ വയലൻസ് കൂടുതലാണെന്ന്. ഇതൊക്കെ കണ്ടിട്ട് എത്ര കുട്ടികൾ വഴിതെറ്റി പോയിട്ടുണ്ടാവും, പ്രത്യേകിച്ചും ഈ സിനിമയിൽ കാണിക്കുന്ന കുട്ടികളോടുള്ള വയലൻസ്. ശിവഹരിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചുകുട്ടിയാണെന്ന് പോലും നോക്കത്തില്ല, അവരുടെ സ്കെച്ച് പെൻസിൽ പിടിച്ചു വാങ്ങി ഓടിച്ചു കളയും. അങ്ങനെ സ്ഥിരമായിട്ട് ബെല്ലടിക്കുന്ന സമയത്ത് സ്കൂളിന്റെ പടിക്ക് ചെന്ന് നിന്ന് സ്കെച്ച് പേന പിടിച്ചു വാങ്ങി ഓടിച്ചു കളഞ്ഞ് ആനന്ദം കണ്ടെത്തുന്നുകൊണ്ട് കൊച്ചി അധോലോകത്തിൽ ശിവഹരിക്ക് മറ്റൊരു പേര് കൂടി വീണു, സ്കെച്ച് ഹരി. അത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് സ്കെച്ചിന് ഒരു കാമുകി കൂടെ ഉണ്ടായിരുന്നു, ലക്ഷ്മി. ലക്ഷ്മി കാണാനൊക്കെ കൊള്ളാം, നല്ല സുന്ദരിയാണ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, സ്കെച്ചിനെ എപ്പോ കണ്ടാലും പിടിച്ചു നിർത്തി 1.5 മണിക്കൂർ കഥാപ്രസംഗം പറയും. പക്ഷെ ആകെ ഒരു ആശ്വാസമുള്ളത്, ലക്ഷ്മിക്ക് തന്റെ കഥനകഥ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി, അത് കേൾക്കാൻ ആളുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലക്ഷ്മി ഇങ്ങനെ കൊണകൊണാന്ന് പറയുന്നതിനിടയ്ക്ക് സ്കെച്ച് പോയൊരു ചായയൊക്കെ കുടിച്ച് ബീഡിയും വലിച്ചിട്ട് തിരിച്ചു പോന്നു. പുള്ളിക്കാരി അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. എല്ലാം ഞാൻ അറിഞ്ഞു. ഇറ്റ്സ് ഫേറ്റ്. മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ പറയാറ്. നമുക്കൊക്കെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. വിധി കൽപ്പിക്കുന്നത് മുകളിലുള്ള ഈശ്വരനല്ലേ. കഴിഞ്ഞ മാസം അഗ്രഹാരത്തിൽ പോയി ഞാൻ അമ്മയെ കണ്ടിരുന്നു. മാറും, അമ്മയുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും. ഇങ്ങനെ നിരാശനാവരുത് ശിവ. അറിയാലോ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എത്രമാത്രം നിരാശപ്പെട്ടതാ. ഒറ്റോരും ഉടയോരും ഇല്ലാതെ ഒരനാഥയായി പിറക്കേണ്ടി. നന്നായി കണ്ണടക്കട്ടെ. പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട്. എന്റെ പശുക്കടയും കാര്യമേ. എന്തായാലും എന്റെ ഇന്നത്തെ ഉറക്കം പോയി. പിന്നെ ശ്രീപത്മനാഭ. അതിനുശേഷം ലക്ഷ്മിയെ എപ്പോ കണ്ടാലും സ്കെച്ച് വാസ് ലൈക്ക്
കാണാം കാണാം. സോറി ടാറ്റകളെ. അപ്പൊ ഈ അലക്സാണ്ടർ നമ്പാടന് ഒരു ശത്രുവുണ്ട്, ഷെട്ടിയും നമ്പാടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് മംഗലാപുരത്തും കണ്ടിട്ട് തിരിഞ്ഞ് കൊച്ചിയിലെ തിരാടി ഷെട്ടി അന്ന് വേഗം കൊടുത്തത് ഈ നമ്പാടന്റെ അപ്പനാണ്. അയാൾ തകർന്നപ്പോഴേക്കും ഈ ഷെട്ടി വളർന്നു നല്ല നിലയിൽ തുറന്നു. പക്ഷെ നമ്പാടന്റെ വഴി അറിയായിരുന്നു, രാഷ്ട്രീയവും അധോലോകവും കൂടി മിക്സ് ചെയ്ത പരിപാടി. അതോടെ രണ്ടുപേരും തെറ്റി. ഇപ്പൊ കൊച്ചിയാരുടെ കയ്യിൽ അത് രണ്ടുപേർക്ക് അറിയില്ല. അത് കേട്ടതോടെ സ്കെച്ച് വെണ്ടയ്ക്കകത്തുനിന്ന് പുഴു പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും. അപ്പൊ ഈ ഷെട്ടിയെയും നമ്പാടനെയും സ്കെച്ചിനെയൊക്കെ ഒതുക്കാനായി പുതിയൊരു പോലീസ് ഓഫീസർ വരും. ഈ പോലീസ് ഓഫീസർക്ക് കൊടുക്കുന്ന ബിൽഡപ്പ് എന്നൊക്കെ പറഞ്ഞാൽ KGF ലെവൽ ബിൽഡപ്പ് ആണ്. അല്ല, അവന്റെ പേരെന്താന്ന് പറഞ്ഞ? വിശ്വനാഥ്, കരിന്തേൾ വിശ്വനാഥ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മാമൂലുകൾ പാലിക്കാത്ത കൂട്ടം തെറ്റിയ ഒരു ഒറ്റയാന അവനെ തളച്ച് ചങ്ങലയിട്ട് പൂട്ടാൻ നമ്മുടെ സ്ഥിരം സംവിധാനങ്ങൾക്ക് ശേഷി പോരാതെ വരും. വക്കീലേ, എന്തു വേണമെന്ന് എനിക്കറിയാം. ഇവര് പോകുന്നത് റോഡിൽ കൂടെ ഓടുന്ന കാറിലോ അതോ തോട്ടിൽ കൂടെ ഓടുന്ന ബോട്ടിലോ ഇങ്ങനെ കടന്ന് കുലുങ്ങാൻ. നമ്മുടെ സ്ഥിരം സംവിധാനങ്ങൾക്ക് ശേഷി പോരാതെ വരും. വക്കീലേ, എന്തു വേണമെന്ന് എനിക്കറിയാം. എന്തായാലും കൊള്ളാം. ഈ വരാൻ പോകുന്ന പോലീസ് ഓഫീസറിനെ കുറിച്ച് നമ്മുടെ തട്ടുകടക്കാരൻ കോയാക്ക പണ്ടേ പ്രെഡിക്ട് ചെയ്തിട്ടുള്ളതാ. ഇപ്പോഴത്തെ SI-മാരൊക്കെ പഴയ SI-മാരുടെ കൂട്ട് വയറുന്തി വെറുതെ കിട്ടിയ കുമ്മായും തിന്ന ജാതികളല്ല കേട്ടാ. നല്ല ചോണക്കുട്ടന്മാരാണ്. ഒരു കൈ വീണാല് ഒരു 1.5 കൈ വീണ പോലെ അപ്പൊ ഈ 1.5 കൈയ്യം കമ്മീഷണർ വന്നു കയറിയ ഉടനെ തന്നെ അവിടെ ഇരുന്ന കമ്പ്യൂട്ടറിന്റെ കീബോർഡിലെ കീസ് എല്ലാം കൂടെ പറിച്ചിളക്കി മേശപ്പുറത്ത് നിരത്തി വെച്ച് കുറെ ഗുണ്ടകളുടെ ഫോട്ടോയിൽ വട്ടമിട്ട് കളിക്കും. ഇത് മട്ടാഞ്ചേരി മജീദ്, സുലൈമാന്റെ ആളാ. ഇത് തമ്മന ഷൈന. ഇന്നു മുതൽ കൊച്ചിയിൽ ഒരു ഗുണ്ടയും തലപൊക്കരുത്. റെഡ് വട്ടമിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ എൻകൗണ്ടർ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് DGPയുടെ CMന്റെ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല, വട്ടമിട്ട് പോയില്ലേ. അങ്ങനെ SP വിശ്വനാഥ് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ഈ SP വിശ്വനാഥ് നമ്മുടെ പഴയ ഷാർപ്പ് ഷൂട്ടറിനെ പോലെ ഇയാൾ എത്ര വെടിവെച്ചാലും കൊള്ളത്തില്ല. ഇങ്ങേരെ കിലോമീറ്ററുകളോളം ഗുണ്ടകളുടെ പുറകെ ഓടി പറ വെടിവെക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ഒരെണ്ണം പോലും ഗുണ്ടകൾക്കിട്ട് കൊള്ളുന്നില്ല. അവരാണെങ്കിൽ ഇങ്ങനെ ഓടി ഓടി ക്ഷീണിക്കുകയും ചെയ്തു. അവസാനം റണ്ണിങ്ങിൽ ഇങ്ങനെ കൊണ്ട് വെടിവെക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ കൂട്ടത്തിൽ അല്പം മനസാക്ഷിയുള്ള ഗുണ്ട നീതിമാൻ നൌഷാദ് SPക്ക് വെടിവെക്കാൻ പാകത്തിന് ഒരു പാലത്തിന്റെ മുകളിൽ കയറി അനങ്ങാതെ നിന്നു കൊടുക്കും. അങ്ങനെ SP വിശ്വനാഥ് എൻകൗണ്ടർ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയൊന്ന് റിലാക്സ് ചെയ്യണം. ഗുണ്ട അനങ്ങാതെ നിന്നിട്ടാണെങ്കിൽ എന്താ, ഒരുത്തനിട്ടെങ്കിലും വെടികൊണ്ടല്ലോ, ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും പുള്ളി ഒരു ഫുള്ളൊക്കെ എടുത്ത് ഹാഫ് പ്ലേറ്റ് തന്തൂരി ചിക്കനൊക്കെ മേടിച്ച് സെലിബ്രേറ്റ് ചെയ്യുമെന്ന്. പക്ഷെ അല്ല. നോക്കുമ്പോൾ അങ്ങേരിരുന്ന് ഒരു പ്രമോദ് പാപ്പനിക് അപ്രോച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രമോദ് പാപ്പനിക് അപ്രോച്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. Pramod Papanik approach. This is a journey woven through time. A journey of a commitment to protect and avenge. At times, deeply disturbing. And the devil lurks in the pale moonlight. Come, enter the forbidden. Musafir. പണ്ട് ഈ പ്രമോദ് പപ്പൻസ് മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഒക്കെ ചെയ്ത് 24 ന്യൂസിന് കൊടുത്ത് മമ്മൂക്കയെ ഒന്ന് സൂചിപ്പിക്കാൻ നോക്കിയതാ. അതിനുശേഷം ഇന്ന് വരെ ഒരൊറ്റ സിനിമ ചെയ്തിട്ടില്ല. പ്രമോദ് പപ്പൻ ഒരു ചെറിയ ആൽബം മമ്മൂട്ടിയെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയെ കുറിച്ച് തന്നെയാണ് ഈ പാട്ട്. അപ്പൊ മമ്മൂക്കയെ കുറിച്ചുള്ള ആ ഗാനത്തിന്റെ ശകലം നിങ്ങൾക്ക് കേൾക്കാം. കല 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 ഭൈരവൻ ഓ ഭൈരവൻ ഭൈരവൻ മമ്മൂക്ക
കലയുടെ ഭൈരവൻ കരതീർന്ന നട്ടുവൻ നീയല്ലോ വേഷങ്ങളിലും. താങ്ക് യു പ്രമോദ് പപ്പൻ. അന്റെ സേവനങ്ങൾക്ക് പെരിച്ചു നന്ദി നായിന്റെ മോൻ. അങ്ങനെ ഈ പ്രമോദ് പാപ്പനിക്ക് അപ്രോച്ച് ഇല്ലാതായിട്ട് കാലം കുറയായി. പിന്നെ ഈ എസ് പിയിൽ എന്ത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും വെച്ച് നോക്കിയപ്പം പ്രമോദ് പപ്പൻ ചെയ്ത കൊച്ചിയെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി. This is Kochi, the industrial capital of God's own country, as well as known as the Queen of the Arabian Sea. But it is an ancient story. Now we can see the change of Kochi. This is so incredible to know that our industrial capital is going to take under control of the underworld gangs. Shame. 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 Shame, shame, shame. പിറ്റേന്ന് സ്കെച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത കണ്ടത്. സ്കെച്ചിനെ കൊല്ലാൻ നടന്ന സുലൈമാന്റെ അനിയൻ ക്ലീൻ ഷേവ് അബു കൊല്ലപ്പെട്ടു. പക്ഷെ ആ വാർത്ത കണ്ടിട്ടല്ല സ്കെച്ച് ഞെട്ടിയത്. സ്കെച്ച് ഞെട്ടിയത് ഈ ക്ലീൻ ഷേവ് അബുവിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കണ്ടിട്ടാ. ബീഹാറിലെ ഭഗത്പൂർ രൂപത സെമിനാരിയിൽ ഉപരിപഠനം നടത്തി റാഞ്ചി സർവകലാശാലയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദം നേടിയെടുത്തതിന് ശേഷമാണ് അബു ഗുണ്ടായുസത്തിലേക്ക് ഇറങ്ങിയത്. അല്ല, അത് കുഴപ്പമില്ല. സ്കെച്ചും MCAക്ക് റാങ്ക് ഹോൾഡർ ആയിരുന്നു. അപ്പൊ എങ്ങനെ നോക്കിയാലും സ്കെച്ച് തന്നെ മുറ്റ്. പക്ഷെ അതിലും ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു തൊട്ടടുത്ത പേജിൽ. ഹജ്ജ് തീർത്ഥാടകരെ യാത്ര അയക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് മുൻപേ തന്നെ ക്രിമിനൽ മാഫിയയുടെ പേടി സ്വപ്നമായ SP വിശ്വനാഥൻ ചെയ്തു കഴിഞ്ഞു. അല്ല, മലയാള സിനിമാക്കാരോട് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. സ്ക്രീനിൽ കാണിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള വാർത്തകൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഒരു സാധാ ന്യൂസ് പേപ്പറിൽ ചോറും പശ വെച്ച് ഒട്ടിക്കുന്നതാണെന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരല്പം കോമൺ സെൻസ് കൂടെ യൂസ് ചെയ്തുകൂടെ? ആ വാർത്തയെപ്പറ്റി ഒരു 4-5 വരിയോടെ പ്രിന്റ് എടുത്ത് ഇതേപോലെ പത്രത്തിൽ ഒട്ടിച്ച് വെച്ചുകൂടെ? അല്ലാതെ SP വിശ്വനാഥ് എൻകൗണ്ടറിനിടയ്ക്ക് ഹജ്ജ് യാത്രക്കാർക്ക് വണ്ടിക്കൂലി കൊടുത്തു, ഗുണ്ടാ അബു കൊട്ടേഷന്റെ ഇടയ്ക്ക് റാഞ്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തു, ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത വാർത്തകൾ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. എനിഹൗ, കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി. അതോടെ സ്കെച്ചിനൊരു കാര്യം പിടികിട്ടി. SP വിശ്വനാഥ് ആള് കലിപ്പാണ്. ഇനി നമ്പാടന്റെ കൂടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം ഈ SP വിശ്വനാഥകാരം വന്ന് നമ്പാടനിട്ട് വെടിവെച്ചാൽ കൊള്ളുന്നത് സ്കെച്ചിനിട്ടായിരിക്കും. അത്രയ്ക്കുണ്ട് അങ്ങേരുടെ ഷൂട്ടിംഗ് സ്കിൽസ്. അതുകൊണ്ട് സ്കെച്ച് നമ്പാടനുമായിട്ട് ഉടക്കി രാജിക്കത്തി കൊടുത്തിട്ട് വരും. കൂടെ നിൽക്കുന്നവരെ കൈപിടിച്ചു ഉയർത്തുന്ന പാരമ്പര്യം അത് നിങ്ങളുടെ വാക്കുകളിൽ മാത്രമേ ഉള്ളെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ആർക്കോ വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായി നിൽക്കുന്ന കുറെ പാഴ് ജന്മങ്ങളെ നിങ്ങൾക്ക് ആവശ്യം വേണ്ട. ഉപകാരസ്മരണം നശിച്ച നിങ്ങളുടെ ആജ്ഞയും അനുവാദവും എനിക്കിനി വേണ്ട. ഷെട്ടി ആയാലും ശരി, ദാ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അലക്സാണ്ടർ നമ്പാടനായാലും ശരി, ഐ വിൽ കിൽ ദം. ഒരായുഷ്കാലം മുഴുവൻ നമ്പാടിന് പാദസേവ ചെയ്യാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടല്ല ശിവ ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് പടത്തിലെ മെയിൻ വില്ലന്റെ എൻട്രി. ഡോൺ ഷെട്ടിയുടെ അനിയൻ നരേന്ദ്ര ഷെട്ടി. എന്താണ്ടാ ജമാലിങ്ങനെ വിളിച്ചു കൂണത്? ശിവയോട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ പറ കോയക്ക. എന്താടാ? അവൻ വന്നിട്ടുണ്ട്. ആ ചന്ദ്രശേഖര ഷെട്ടിയുടെ അനിയൻ നരേന്ദ്ര ഷെട്ടി. നരേന്ദ്ര ഷെട്ടി വന്ന ഉടനെ കോയാക്കാനെ തട്ടി. ഇങ്ങനെ കൊണ്ട് തോറ്റ്. കണ്ട ഉടനെ അവന് ഞെക്കി നോക്കാൻ അവിടെ കിടക്കുന്നത് കർലോണിന്റെ മെത്തയല്ല, കോയാക്കാന്റെ മയ്യത്താ. ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ കാലമായിട്ട് കഥാപ്രസംഗം നടത്താൻ സ്കെച്ചിനെ കൈ കിട്ടാത്തതുകൊണ്ട് സ്കെച്ചിനെ തപ്പി ലക്ഷ്മി കോയാക്കാടെ വീട്ടിൽ ചെന്ന അമ്മച്ചിയുടെ വായിരിക്കുന്ന തെറി മൊത്തം വാങ്ങിച്ചു കയറ്റിയത്. ഞാൻ ലക്ഷ്മി. എന്ത് വേണം? എനിക്ക് ശിവയെ ഒന്ന് കാണണം. മിണ്ടി പോരുത് അവനെ കുറിച്ച്. ആ അറപ്പറപ്പ് എന്നിവിടെ കാലുകുത്തിയോ അന്ന് തുടങ്ങി ഇവിടുത്തെ നാശം. ആ ചെയ്താൻ ഒറ്റ ഒരുത്തൻ കാരനാ. കണ്ട
ഇപ്പോൾ ഈ കോലത്തിലായത്. ശിവ, അവന് ചേരിന് വന്ന വ്യക്തി അജീഞ്ഞൻ. പോ, എന്റെ വായിന്ന് വേണ്ടാത്ത വല്ല വീഴുന്നതിന് മുമ്പേ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് പോകാൻ. പോകാൻ അല്ലടി പറഞ്ഞത്, പോകാൻ. ലക്ഷ്മി, ശിവയ്ക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ഇജ്ജ് കാണണ്ട. ആ പാവ എവിടെയെങ്കിലും പോയി പഠിച്ചോട്ടെ. ഈ തള്ളക്കിതെന്തോന്ന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയോ? സെക്കൻഡ് വെച്ചല്ലേ സ്വഭാവം മാറുന്നത്? മിണ്ടി പോരുന്നവനെ കുറിച്ച്. ആ അറപ്പറപ്പ് എന്നിവിടെ കാലുകുത്തിയോ അന്ന് തുടങ്ങി ഇവിടുത്തെ ശിവ, അവന് ചേരിന് വന്ന വ്യക്തി അജീൻ. എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് പോകാൻ അല്ലടി പറഞ്ഞത്, പോകാൻ. നകുലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ നരേന്ദ്ര ഷെട്ടി കോയാക്കയെ തട്ടിയതറിഞ്ഞ സ്കെച്ച് കോപം കൊണ്ട് ജ്വലിച്ചു, ദേഷ്യം കൊണ്ട് വിറച്ചു. വിറയലും പനിയും മാറാൻ വേണ്ടി അപ്പൊ തന്നെ പെട്ടിയെടുത്ത് പട്ടാമ്പിക്ക് സ്ഥലം വിട്ടു. പക്ഷെ ഷെട്ടി വിടുവോ? ഷെട്ടുകാരെ പട്ടാമ്പി ചെന്ന് പട്ടറെ പൊക്കി. சிவ விடுதானே? ஆமாங்க. சிவ இருக்காரா? പിന്നങ്ങോട്ട് ക്ലൈമാക്സ് ഫൈറ്റ് ആണ്, തീ പാറുന്ന ഫൈറ്റ് ആണ്. തീ പാറുന്നത് ഞാൻ ചുമ്മാ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. ഷെട്ടിയെ കാണുമ്പോ സ്കെച്ചിന്റെ കണ്ണീന്ന് ശരിക്കും തീ പാറും. VFX അങ്ങനെ തീയും പാറിച്ച് എന്ന സ്കെച്ചിനെ ഷെട്ടി വെട്ടി താഴെ ഇടും. ഈ കാലമാടന്റെ കാലിന്റെ അടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് സ്കെച്ച് നോക്കുമ്പം തൊട്ടിപ്പുറത്ത് കുറച്ച് മുളക് പൊടി കിടക്കുന്നു. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കെച്ച് ഈ മുളക് പൊടി വാരി നരേന്ദ്ര ഷെട്ടിയുടെ കണ്ണിലോട്ട് അങ്ങ് എറിയുമെന്ന്. പക്ഷെ നോക്കുമ്പം സ്കെച്ച് മുളക് പൊടി എല്ലാം കൂടെ വാരി സ്വന്തം മോന്തയ്ക്ക് തേക്കുന്നു. ഉടുക്കൻ നരേന്ദ്ര ഷെട്ടി നമ്മുടെ പാവം സ്കെച്ചിനെ ഇടിച്ചങ്ങ് ചുരുട്ടും. അന്നേരം ഒരു കാവൽ മാലാഖയെ പോലെ, ഒരു ദൈവദൂതനെ പോലെ, ഒരു രക്ഷകനെ പോലെ SP വിശ്വനാഥ് അവിടെ എത്തി ഷെട്ടിയെ വെടിവെക്കും. പക്ഷെ വെടി കൊണ്ടത് സ്കെച്ചിന്. എന്തായാലും അങ്ങേർക്ക് ഉന്നമില്ലാത്തതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി, പടം തീർന്നു കിട്ടി. എന്നിട്ട് അവിടെ കിടന്ന ഒരു തോക്ക് ഒരു മുട്ടത്തലയും ചെറുക്കം വന്ന് എടുത്തോണ്ട് പോകും. അന്നേരം സംവിധായകന്റെ പേരെഴുതി കാണിക്കും. ഇനി ആ ചെറുക്കൻ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ ചെന്ന് എത്ര പേരെ വെടിവെച്ച് കൊല്ലുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന 2K കിഡ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം സിനിമകളൊക്കെ കണ്ട് വഴിതെറ്റി പോകരുത്. പകരം ഡോറയുടെ പ്രയാണമൊക്കെ കണ്ട് വഴിതെറ്റാതെ നേരെ ചോക്ലേറ്റ് മലയിലെത്തുക. അപ്പോൾ പ്രസാദ് യാദവാണ് ഈ സിനിമയുടെ ഡയറക്ടർ. സാധാരണ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ ഹീറോ ആണ് ഫീൽഡ് ഔട്ട് ആവുന്നത്. പക്ഷെ ഇവിടെ ഹീറോ രക്ഷപ്പെട്ടു, ഡയറക്ടർ ഫീൽഡ് ഔട്ട് ആയി പോയി. പക്ഷെ ഈ പേര് പ്രസാദ് യാദവ് എന്ന പേര് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഈ പേര് എവിടെയോ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തുളസിയെ ഓർമ്മ വന്നത്. തുളസി കാ ഹുകും. 2007 ഡയറക്ടറായിരുന്ന പ്രസാദ് യാദവ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2023 അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചെയ്ത സിനിമയാണ് ഞാനും പിന്നൊരു ഞാനും. അപ്പൊ പുള്ളിയുടെ കരിയർ ഗ്രാഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. TK പാവ, ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ ഇവളുണ്ടല്ലോ ഈ തുളസി, അവള് പാവമല്ല, അവള് പാവമല്ല. സൈജു കുറുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കകാലത്ത് സ്കെച്ച്, ജൂബിലി തുടങ്ങിയ തട്ടിക്കൂട്ട് പടങ്ങളിൽ നായകനായി എങ്കിലും
പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ 20 വർഷത്തോളമായി 125-ൽ പരം സിനിമകൾ ചെയ്ത് സൈജു കുറുപ്പ് ഇന്ന് മലയാള സിനിമയിലെ ഒഴിച്ചുകൂട്ടാനാവാത്ത അവിഭാജ്യ ഘടകമാണ്. ആട് സീരീസിലെ അറക്കലബു, അന്താക്ഷരി, ഡ്രൈവിംഗ് ലൈസൻസ്, മേപ്പടിയാൻ, ഭരതനാട്യം, ജയമഹേന്ദ്രൻ, അങ്ങനെ ധാരാളം നല്ല സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഇംപ്രൂവ്മെന്റിന്, ആ ഒരു കരിയർ ഗ്രോത്തിന് കയ്യടികൾ. ശ്രീ സൈജു കുറുപ്പ് ഈ വീഡിയോ കാണും എന്നെനിക്കറിയാം. പ്രിയപ്പെട്ട സൈജു ചേട്ടാ, ഐ ഹോപ്പ് യു വിൽ ടേക്ക് ദിസ് എപ്പിസോഡ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. മാമനോടൊന്നും തോന്നല്ലേ? ഷാജി ചേട്ടാ, അരുതബു അരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ കൃത്യം 9 മണിക്ക് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ചെന്നൈക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.